ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നല്ല അടിപൊളി വമ്പൻ ട്വിസ്റ്റ് എപ്പിസോഡായിട്ടോ ഇന്ന് വരാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷവും ഒക്കെ ഉള്ളൊരു ദിവസം തന്നെ ആകട്ടെ കേട്ടോ. പിന്നെന്താണ്, എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട. പുതുതായിട്ട് ചിലവരൊക്കെ വരുമല്ലോ നമ്മുടെ വീഡിയോ കാണാനായിട്ട്. നമുക്ക് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, എന്നാൽ ആ വരുന്നവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാനൊക്കെ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ അധികം മുഷിപ്പിക്കുന്നതൊന്നുമില്ല. നമ്മുടെ സിനിമ സ്റ്റൈൽ അടിപൊളി മഴതോരും മുമ്പേ സീരിയൽ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ രാജീവിൻ്റെയും ശിവനും താമസിക്കുന്ന ആ റൂമിലോട്ടൊക്കെ വരെയാണ്. പെങ്ങൾ അത്യാസന്നത നിലയിലാണ്. ഇവിടെ ആങ്ങളമാർ ഡ്രിങ്ക്സൊക്കെ അടിച്ചും നല്ല AC റൂമും എടുത്ത് അടിച്ച് പൊളിച്ചൊക്കെ ഇരിക്കുന്നു. വലിയ സങ്കടമൊന്നും പറച്ചിലും ഉണ്ട്. എന്നാൽ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൈസ 5ൻ്റെ പൈസ മുടക്കാനോ അല്ലെങ്കിൽ പെങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ കുരുട്ട് രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വന്ന് ഇവരുടെ റൂം മനു പറഞ്ഞു കൊടുത്തല്ലോ ഇന്ന റൂമൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ ബാലചന്ദ്രൻ അതനുസരിച്ച് അവരുടെ ആ ഹോട്ടലിൽ ആ റൂമിലൊക്കെ വന്ന് എത്തുകയാണ്. അകത്തോട്ട് കയറിയതും ബാലേന്ദ്രനെ കണ്ടിട്ട് നമ്മുടെ രാജീവും ശിവനും എന്താണ് ബാലേന്ദ്ര ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, അളിയന്മാരെയൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി വന്നതാണെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ മകള് എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാൻ വന്നതാണ്. അലീനയെ കാണാനില്ല. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നും എന്താണ് ചെയ്തേക്കണേന്നും ഒക്കെ എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ക്ഷമിക്കാവുന്നതിൻ്റെയും അങ്ങറ്റം നെല്ലിപ്പലക ഞാൻ ക്ഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിപ്പിച്ച് നിങ്ങൾ എന്നെ ആക്കരുത്. നിൻ്റെ മകളെ കാണാനില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ അടുത്താണോ ചോദിക്കണത്? ഞങ്ങളെന്നെ അവളെ അടുത്ത് ഇവിടെ എങ്ങാനും കയറ്റി വെച്ചൊക്കെയാണോ എന്ന് ചോദിച്ചു. അതെ, തെരുവ് നായകൾ കാണുന്നിടത്തെല്ലാം നിരങ്ങി പെറ്റും പെരുവിയും കുട്ടികളുണ്ടാക്കിയെന്ന് വരിക. ആ കുട്ടികളെ സംരക്ഷിക്കലല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ബാലേന്ദ്രനെ കുറേ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. രാജീവും നമ്മുടെ ശിവശങ്കറിനും കൂടെ. എന്ന് വെച്ചാൽ അവിഹിത ബന്ധത്തിലൊരു പെണ്ണ് എന്തും യോഗ്യതയാടോ തനിക്കുള്ളത്? എൻ്റെ പെങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോടോ? അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്തായാലും എൻ്റെ മകളെ അംഗീകരിച്ച് കഴിഞ്ഞു. DNA ടെസ്റ്റൊക്കെ നടത്തി തന്നെയാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്. എനിക്കെന്തായാലും എൻ്റെ മകളെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എടോ താൻ പോയി അന്വേഷിക്കടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നു. താൻ കേസ് കൊടുക്കുക, എന്ത് ചെയ്താലും ഞങ്ങൾക്ക് എന്താടോ? തന്നെ പോലീസ് ഞങ്ങൾക്ക് പുത്തരിയൊന്നും അല്ല, ഞങ്ങൾ ഇതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തെ കണ്ടക്കണയാണെന്ന് ബാലേന്ദ്രനും നമ്മുടെ ശിവശങ്കരനും രാജീവൊക്കെ അങ്ങ് തകർത്തടിക്കുകയാണ്. മാസ് ഡയലോഗുകളാണ് അടിക്കണത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്ന അവസാനം ഒടുവിൽ ബാലചന്ദ്രൻ ചൂടാവണം. അതനുസരിച്ച് രാജീവും അതിൻ്റെ അപ്പുറം ഷൗട്ട് ചെയ്യുന്നത്. ശിവശങ്കരൻ പിന്നെ ഒരു മയമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അവസാനം അലീനയുടെ പേരും പറഞ്ഞ് ബാലേന്ദ്രനെ അങ്ങ് അധിക്ഷേപിച്ച് അങ്ങ് നാണം കെടുത്ത കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ കേട്ട് നിന്നിട്ട് പറഞ്ഞ്, അതെ, നിങ്ങൾ കുറേ നേരം കൊണ്ട് നിങ്ങളുടെ പെങ്ങളെ അങ്ങോട്ട് വർണ്ണിക്കുന്നുണ്ട്, നിങ്ങളെ കുടുംബചരിത്രം അങ്ങോട്ട് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നിങ്ങൾ ചെയ്യണുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത്? ഞാനൊരു കഥ പറയാം. അപ്പോൾ രാജീവ് പറഞ്ഞു, തൻ്റെ കഥ ഞങ്ങൾ കുറേ കേട്ടിട്ടുള്ളതാണോ? തൻ്റെ കെട്ടുകഥകൾ കേട്ടിരിക്കലല്ല ഞങ്ങളുടെ പണി. അതെ, ഈ കഥ നിങ്ങൾ എന്തായാലും കേൾക്കും. 10-22 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കഥയാണ്, ഒരു പെൺകുട്ടി കഥ പറഞ്ഞു തരാം. സ്വന്തം ആങ്ങളയുടെ ഭാര്യ, സ്വന്തം ആങ്ങളയ്ക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പെങ്ങൾ ആഗ്രയിലേക്ക് പോയി. അപ്പം നമ്മുടെ രാജീവിൻ്റെ ശിവശങ്കറിൻ്റെ മുഖത്തെ ഭാവമൊക്കെ ഒന്ന് മാറി. ആഗ്ര എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു വലിയ ഒളിച്ചു വെച്ചിരുന്ന ഒരു വലിയ ഒരു സംഭവത്തിൻ്റെ ഒരു അംശമാണ് ആ വന്ന വാക്ക്. ബാലേന്ദ്രൻ നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ആഗ്രയിലോട്ട് വന്ന് അങ്ങനെ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ആങ്ങളയുടെ ഒരു സുഹൃത്തുമായിട്ട് ആ പെൺകുട്ടിക്കൊരു ബന്ധം വരുന്നു, ഒരു മേജറുമായിട്ട്. ആ ബന്ധം വളർന്നു. അങ്ങനെ വളർന്ന് അവർ ഒരുമിച്ച് താമസമായി. ഒടുവിൽ വീട്ടുകാരെല്ലാം കൂടെ തിരക്കി ചെന്നപ്പോൾ ആഗ്രയിൽ സ്വന്തം മകള് പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്നു. വിവാഹമൊന്നും കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭിണിയായ മകളെ
ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ചെറുക്കന് കെട്ടിച്ചു കൊടുക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല, അത്രയും പ്രൗഢിയുള്ള വീട്ടുകാരാണല്ലോ. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ അവളെ ഒരു ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവം നടത്തി. എന്നിട്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ അവരോടെല്ലാം പറഞ്ഞ് അങ്ങ് ആക്കി. ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്കറിയോ? ബാലേന്ദ്രൻ ചോദിച്ചു. അവളുടെ പേരാണ് വൈജയന്തി. ഇത് കേട്ടോണ്ടിരിക്കവേ തന്നെ നമ്മുടെ രാജീവിൻ്റെ ശിവശങ്കറിൻ്റെ ചങ്കങ്ങ് കലങ്ങാണ്. എന്തൊക്കെയാണ് ഈ ബാലചന്ദ്രൻ പറയണത്? ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം എങ്ങനെ അവന് കിട്ടി? അപ്പോൾ ബാലേന്ദ്രനോട് രാജീവ് പറഞ്ഞു, എന്നിട്ട് ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ആ വൈജയന്തിയെ കെട്ടിയ ഒരു വിഡ്ഢിയായ ഒരു ഭർത്താവുണ്ട്, അതാരെന്നറിയോ നിങ്ങൾക്ക്? അതാണ് ഈ നിൽക്കണം ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കഥകളൊന്നും കെട്ടിക്കണിക്കണ്ടെന്നും പറഞ്ഞിട്ട് ശിവശങ്കരൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത ഉണ്ടാക്കി പറഞ്ഞ കഥകളോ? നിങ്ങളുടെ ഈ ഗംഗാധരൻ എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെയല്ലോ. വ്യക്തമായ തെളിവുകളോടുകൂടി നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ പോയി ഇതെല്ലാം സ്ഥിരീകരിച്ചുവേ. ഇനിയാണോ നിങ്ങൾ നിഷേധിക്കണത്? നിങ്ങളെ പതിവ്രതയായ പെങ്ങള് ഇത്രയും വർഷം അവൾ എൻ്റെ മുന്നിൽ പതിവ്രത ചമഞ്ഞു. അവൾക്ക് എന്ത് യോഗ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ടോ? താനൊക്കെ എന്തായിരുന്നു അന്ന് വിവാഹം നടത്തി തരാൻ മുൻപന്തിയിൽ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് പതിവ്രതയായ പെങ്ങളെ അങ്ങ് കെട്ടിച്ചു തരാൻ? എവിടെ പോയടോ തൻ്റെ നാവ്? താനിപ്പോൾ എന്താടോ വാതുറക്കാത്തത്? ഇത്രയും നേരം നിൻ്റെയൊക്കെ രണ്ടിൻ്റെയും വായിൽ എന്തായിരുന്നു? അവൻ്റെയൊക്കെ കുടുംബമാഹാത്മ്യം പറയാൻ നിൽക്കണു. എന്ത് ചരിത്രം, എന്ത് കുടുംബമാഹാത്മ്യം! പറയാൻ പറ്റിയൊരു കുടുംബേ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് തകർത്തു. എന്നിട്ടും വിട്ടുകൊടുക്കണില്ല. അതെ, താൻ ആവശ്യമില്ലാത്ത കഥകളൊന്നും ഞങ്ങളുടെ പെങ്ങളെക്കുറിച്ച് ചമയ്ക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഇതിലെ സത്യങ്ങൾ എന്താണെന്ന് പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഇതിലെ സത്യങ്ങൾ എന്താണെന്ന്. പിന്നെ ഞാൻ ഈ സത്യങ്ങളൊക്കെ നിങ്ങളുടെ പെങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ പെങ്ങൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. വൈജയന്തി, അതറിയോ നിങ്ങൾക്ക്? കാരണം അവൾക്കിത് താങ്ങാൻ പറ്റില്ല. അവളിത് തരണം ചെയ്ത് മുന്നോട്ട് പോവില്ല. അവൾ ആത്മഹത്യ ചെയ്യും. ഞാൻ ആ സിറ്റുവേഷനൊക്കെ സ്വയം ഉള്ളിൽ ഒതുക്കി ഞാൻ അത് കൊണ്ടു നടന്നു. കാര്യം നിങ്ങളുടെ പെങ്ങളെ മാനം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്താ ആവശ്യമാണെന്ന് എനിക്കറിയാൻ മേല, നിങ്ങളെ പെങ്ങളെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, 1/2 മണിക്കൂർ ഞാൻ സമയം തരും, അതിനുള്ളിൽ എൻ്റെ മകൾ അലീന എവിടെയാണെന്ന് എനിക്കറിയണം. അപ്പോൾ എന്നിട്ട് ഇവരൊന്നും മിണ്ടല്ല കേട്ടോ. ഞാൻ അത് കഴിഞ്ഞാൽ പോലീസിലോട്ട് അങ്ങോട്ട് പോകും, ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി തരാം, സെൻട്രൽ ജയിലിലോട്ടുള്ളത് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ നേരെ കൃഷ്ണമോൾ കാറിൽ ഇരിപ്പുണ്ട്, കൃഷ്ണമോളെയും കൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് അവിടെ ഒരു കേസ് കൊടുക്കണം. അങ്ങനെ പോലീസിനെ കാണുന്നു. അപ്പം SIക്ക് അറിയാമല്ലോ, ബാലേന്ദ്രനെ അറിയാവുന്ന ആളാണല്ലോ. അപ്പോൾ ഇന്നതുപോലെ അപ്പോൾ SI പറഞ്ഞു, അയ്യോ വൈഫിന് ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നാൽ ഞാൻ അറിഞ്ഞായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നു എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു. അപ്പം കൃഷ്ണമോൾ വെളിയിൽ കാറിൽ തന്നെ ഇരിക്കുക കേട്ടോ, രാത്രിയിലാണ്. അതിൻ്റെ ബാലേന്ദ്രൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മകളെ കാണാനില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. അപ്പം പരാതി ഇന്നതുപോലെയൊക്കെയാണെന്ന് പറഞ്ഞു. അല്ല, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പരാതി മൊത്തം വായിക്കൂ സാറെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ വായിച്ചോളാം, എന്തായാലും ബാലേന്ദ്രൻ സമാധാനപ്പെട്ട് ചെല്ലൂ, ഞങ്ങൾക്ക് ഇപ്പം തന്നെ അന്വേഷണം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഗംഗാധരൻ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മുടെ ശിവശങ്കറിൻ്റെ രാജീവിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഡോറ് തുറന്നപ്പോൾ രാജീവ് മാത്രമേ അവിടെയുള്ളൂ, ശിവശങ്കരൻ എങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗംഗാധരനെ കണ്ടപ്പോൾ തന്നെ, ആ ഗംഗേട്ട എപ്പോൾ എത്തി? എയർപോർട്ടിൽ നിന്ന് ആരാ വിളിക്കാൻ വന്നത്? ഞാൻ നേരെ വന്നു. അപ്പോൾ റൂം എങ്ങനെ അറിയാം? അത് മനു പറഞ്ഞു. പിന്നെ ബാലേന്ദ്രൻ ഒരു കാര്യം കൂടെ ശിവശങ്കറിൻ്റെ അടുത്തും രാജീവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സത്യങ്ങളൊക്കെ മനുവിനും കൃഷ്ണമോക്കും കൂടെ അറിയാമെന്ന്. എന്നുവെച്ചാൽ മനു അതാണ് ഇവർക്കിട്ട് ഓരോ താങ്ങ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ശിവശങ്കറിന് മനസ്സിലായത്, മനു ഓരോ കൊള്ളുന്ന കണക്കുള്ള വർത്തമാനം ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, അപ്പോൾ ഇതറിഞ്ഞു വെച്ചിട്ടാണെന്നുള്ളത്. അതും കൂടെ ബാലേന്ദ്രൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അന്നേരം ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗംഗാധരൻ ചെന്നിട്ട് ചോദിച്ചു, എടാ ശിവൻ എന്തേ? അത് പുറത്ത് പോയിക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാജീവിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവനും കയറി വരണം. അപ്പോൾ എപ്പോഴാണ് ഗംഗേട്ടൻ വന്നേന്നൊക്കെ ചോദിച്ചു, നിങ്ങളെപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചു. അതെ, നിങ്ങളാണ് എൻ്റെ ഞങ്ങളുടെയും ജീവിതവും മാനവും കളഞ്ഞത്. ബാലേന്ദ്രൻ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങളുള്ള സത്യങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുത്തോ? അതിന് സമ്മതിക്കാണ്ട് നീ എന്താ ഈ പറയണത്? ബാലേന്ദ്രൻ എല്ലാ തെളിവുകളോടും കൂടെയാണ് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിച്ചത്, അല്ലാണ്ട് ചുമ്മാ കണവണ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടല്ല, വ്യക്തമായ തെളിവുകളോട് കൂടിയാണെന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, പിന്നെ ചേട്ടൻ പറഞ്ഞ് അങ്ങ് അംഗീകരിച്ചു കൊടുത്തതുകൊണ്ട് അവൻ ഇതല്ല, ഇതിപ്പോൾ നമ്മുടെ ജീവിതം കൂടെ പോകണ മട്ടാണെന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരനും രാജീവും കൂടെ ഗംഗാധരനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതെ നിങ്ങൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങളൊന്ന് സമാധാനപ്പെടും, ഞാൻ പറയണ കാര്യങ്ങൾ ആദ്യം വ്യക്തമായിട്ട് കേൾക്കുക. നമ്മുടെ അച്ഛന് അറിയാം ആ കുട്ടി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. മരിച്ചിട്ടില്ലെന്നോ? നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അച്ഛനും രാവുണ്ണി അമ്മാവനൊക്കെ. എന്നാ കേട്ടോ, വൈജ പ്രസവിച്ച കുട്ടി മരിച്ചിട്ടില്ല, അത് നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ്. അവരൊരു ഓർഫണേജ് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി വളർന്ന് ഇന്ന് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ രാജീവും ഗംഗാധരനും ഒക്കെ ഞെട്ടുകയാണ്, എന്തൊക്കെയാണ് ഇങ്ങനെ പറയണത്. അപ്പം അവർക്കെന്ന് വെച്ചാൽ ഓരോ ഷോക്കും ഇങ്ങനെ കേട്ട് അവർ ഞെട്ടിക്കൊണ്ടിരിക്കുക. അതെ, ഗംഗാധരൻ പറഞ്ഞു, അതെ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ പെങ്ങളുടെ ചോര നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിയോടാണ് നിങ്ങളെല്ലാവരും ഈ വിധം പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാജീവ് ചോദിക്കുക, അതാരാ? അപ്പോഴാണ് ഗംഗാധരൻ പറഞ്ഞത്, ബാലേന്ദ്രൻ പറഞ്ഞില്ലേ, ബാലേന്ദ്രൻ അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയാണ് അലീന എന്ന്. ബാലേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാടോ. അയാൾ ഇതറിഞ്ഞ് ആ സ്വയം തെറ്റ് അയാളിലാക്കി, വൈജ ചെയ്ത തെറ്റ് അയാളിൽ വരുത്തി തീർത്ത് നിങ്ങളുടെ മണ്ടത്തര കഥകളൊക്കെ പറഞ്ഞു തന്നെയാണ് അയാളുടെ കുട്ടിയാണ് അവിഹിതത്തിലുണ്ടായത്. പക്ഷേ അല്ല, നമ്മുടെ വൈജയന്തിക്ക് അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ അലീന. അവർക്കാകെ ഷോക്കായി പോണ്. ആ കുട്ടിയെയാണ് നീയൊക്കെ ചേർന്ന് ഇപ്പോൾ ഗുണ്ടകളെ വെച്ച് കൊണ്ടുവന്ന് കൊല്ലാനാക്കി ഇട്ടേക്കണേന്ന് പറഞ്ഞു. അല്ലാ, എന്താ ചെയ്യുക ദൈവമേ, നമുക്ക് പറ്റിയ അബദ്ധം എന്ന രീതിയിൽ രാജീവും പിന്നെ ശിവശങ്കരനും ആകെ അന്താളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ക്രൂരത ആ കുട്ടിയോട് ചെയ്തോ? സത്യം പറഞ്ഞാൽ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ സത്യം മനസ്സിലാക്കിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല. തൻ്റെ സ്വന്തം പെങ്ങള് 10-22 വർഷങ്ങൾക്ക് മുന്നേ ഒരു അവിഹിത ബന്ധം ഉണ്ടായി, അതിലുണ്ടായ ഒരു കുഞ്ഞ്. എല്ലാവരും അവരുടെ കുടുംബത്തിൽ പോലും, അതായത് രാജീവോ ശിവശങ്കരനോ അവരുടെ കുടുംബത്തിൽ അവരുടെ സ്വന്തം ഭാര്യമാർ പോലും അറിയാണ്ട് ഇത്രയും നാളും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അത്രയും ഇതായിട്ടുള്ള ഒരു ഇത് ഇപ്പോൾ അത് തെളിവുകളോടുകൂടി മുന്നോട്ട് വന്നൊക്കെയാണ്. ബാലേന്ദ്രൻ അത് കണ്ടുപിടിച്ചു, അത് തെളിയിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവരാകെ അന്താളിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു എത്തും പിടുത്തവും കിട്ടണില്ല. അവർ ആ ഷോക്കിൽ നിന്ന് മാറണില്ല. ഗംഗാധരൻ പറഞ്ഞു, അതെ വൈജിയാണെങ്കിൽ പോലും സ്വന്തം മോളെ കൂടെയാണ് ഇത്രയും ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തോരം അതിനെ ക്രൂശിച്ചു, എന്തോരം അതിനെ ഒരു വീട്ടുവേലക്കാരിയെ പോലും അവൾ ആക്കി. പക്ഷെ ഇതൊന്നും അവൾ അറിഞ്ഞില്ല സ്വന്തം മകളാണെന്ന്. പക്ഷെ നിങ്ങളോ അതോടൊപ്പം തന്നെ ചെയ്തു. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ആ കുട്ടി നമ്മുടെ വൈജയുടെ മകളാണെന്ന്. കാരണം ബാലേന്ദ്രൻ ഇത് വന്ന് പറഞ്ഞ ശേഷമാണ് ഗംഗാധരനും വൈഫും കൂടെ വീട്ടിൽ വരണതും ഈ കുട്ടിയെ കാണുന്നത്, അലീനേനെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് തന്നെ അവർക്ക് തോന്നിയായിരുന്നു ഇത് ഈ ബാലേന്ദ്രൻ പറഞ്ഞ കുട്ടി ഇതാണ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റേതായ എല്ലാ ഒരു ഇതും ഐശ്വര്യവും ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വളരെ വമ്പൻ ട്വിസ്റ്റ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. നല്ല അടിപൊളി ട്വിസ്റ്റ് സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടിപൊളി വിശേഷവുമായി ഇനി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.